ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം സംസ്ഥാനത്ത് പൂർത്തിയായി. 290 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ. സംസ്ഥാനത്ത് പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക CPIM പുറത്തിറക്കി. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെ തുടർന്ന് സംസ്ഥാനത്ത് നടത്തിവന്ന പരിശോധനകളിൽ 33.31 കോടി രൂപയുടെ പണവും മറ്റു വസ്തുക്കളും പിടിച്ചെടുത്തതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. കേരളത്തിൽ അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. 290 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് ഇതുവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. ഇവരിൽ നിന്നായി 499 പത്രികകളാണ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിലും ഏറ്റവും കുറവ് ആലത്തൂർ മണ്ഡലത്തിലുമാണ്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. വിശദാംശങ്ങളിലേക്ക്. തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും ആറ്റിങ്ങലിൽ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശും ഇന്ന് പത്രിക സമർപ്പിച്ചു. കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനും മാവേലിക്കരയിൽ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷും NDA സ്ഥാനാർത്ഥി ബൈജു കലാശാലയും ഇന്ന് പത്രിക സമർപ്പിച്ചു. ആലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലും LDF സ്ഥാനാർത്ഥി AM ആരിഫും പത്രിക നൽകി. കോട്ടയത്ത് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ഇന്ന് പത്രിക നൽകി. എറണാകുളത്ത് സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ ഹൈബി ഈഡൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തൃശൂരിൽ UDF സ്ഥാനാർത്ഥി K മുരളീധരനും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും പത്രിക നൽകി. പാലക്കാട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ, ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് എന്നിവരും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വടകരയിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇന്ന് പത്രിക സമർപ്പിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ വയനാട് മണ്ഡലത്തിൽ ഇന്ന് പത്രിക നൽകി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലെയും ജമ്മു കാശ്മീരിലെയും 89 മണ്ഡലങ്ങളിലേക്ക് പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധിയാണ് ഇന്ന് അവസാനിച്ചത്. ഈ മാസം 8-ന് പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കുന്നതോടെ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം തെളിയും. ഏപ്രിൽ 26-നാണ് വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് എറണാകുളത്ത് LDF പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് കൊച്ചിയിൽ വാർത്താസമ്മേളനം നടത്തിയ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി ഇന്നലെ വയനാട്ടിൽ പങ്കെടുത്ത റോഡ് ഷോയിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പതാകകൾ ഉയരാതിരുന്നതെന്ന വിമർശനം ഉന്നയിച്ചു. കേന്ദ്രമന്ത്രിമാരും മുതിർന്ന BJP നേതാക്കളുമായ S ജയശങ്കർ, സ്മൃതി ഇറാനി എന്നിവരും സംസ്ഥാനത്ത് ഇന്ന് NDA പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം BJP സ്ഥാനാർത്ഥി V മുരളീധരൻ മണ്ഡലത്തിനായി തയ്യാറാക്കിയ കരട് വികസന രേഖ ശ്രീ S ജയശങ്കർ പ്രകാശനം ചെയ്തു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറ്റന്നാൾ തലസ്ഥാനത്തെത്തും. നെയ്യാറ്റിൻകരയിൽ നടക്കുന്ന റോഡ് ഷോയിൽ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം അമിത്ഷായും പങ്കെടുക്കും. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലായതോടെ മണ്ഡല പര്യടനത്തിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. വോട്ടെടുപ്പിനുള്ള ഔദ്യോഗിക ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ടോം മാത്യു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തോടെ നിർണായക പ്രചരണ ദിനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ. ചൊവ്വാഴ്ച മണ്ഡല പര്യടനം ആരംഭിച്ച LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ ആദ്യ ദിനം പാലാ നിയമസഭാ മണ്ഡലത്തിലും ഇന്ന് പുതുപ്പള്ളിയിലും പര്യടനം നടത്തി. വൈക്കം മണ്ഡലത്തിൽ നിന്ന് ഇന്നലെ റോഡ് ഷോയ്ക്ക് തുടക്കം കുറിച്ച UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ഇന്ന് കോട്ടയം മണ്ഡലത്തിൽ പര്യടനം നടത്തി. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് പര്യടന യാത്ര ഇന്ന് വൈക്കത്ത് തുടക്കം കുറിച്ചു. ജില്ലയിൽ 15,036 പേർ വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകി. പോളിംഗ് ജോലികൾക്കായി ജില്ലയിൽ 9,396 ഉദ്യോഗസ്ഥരെ നിയമിച്ചു. പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കുന്നതിന് സ്വീപ്പ് ആവിഷ്കരിച്ച പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി വോട്ട് രേഖപ്പെടുത്തിയ മഷി അടയാളമുള്ള കൈ മണ്ണിൽ രൂപപ്പെടുത്തിയത് ശ്രദ്ധേയമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക CPIM പുറത്തിറക്കി. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, മുതിർന്ന നേതാക്കളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, നീലോൽപൽ ബസു, തപൻ സെൻ എന്നിവർ ചേർന്നാണ് പത്രിക പ്രകാശനം ചെയ്തത്.
കർഷകർക്ക് ഉൽപ്പാദന ചെലവിനേക്കാൾ 50% അധികം താങ്ങുവില, തൊഴിലാളികൾക്ക് 26,000 രൂപ മിനിമം വേതനം തുടങ്ങിയവ പത്രിക വാഗ്ദാനം ചെയ്യുന്നു. സൗജന്യ ആരോഗ്യ സേവനങ്ങൾക്കുള്ള അവകാശം, ജോലി ചെയ്യാനുള്ള അവകാശം ഭരണഘടനാപരമാക്കൽ, വനിതാ സംവരണ നിയമത്തിന്റെ അടിയന്തരമായ നടപ്പാക്കൽ എന്നിവയും പ്രകടന പത്രിക ഉറപ്പു നൽകുന്നു. BJP പ്രകടന പത്രികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിനുള്ള യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് 27-അംഗ സമിതി യോഗം ചേർന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്ത് വിവിധ ഏജൻസികൾ ഇതുവരെ നടത്തിയ പരിശോധനകളിൽ 33.31 കോടി രൂപയുടെ പണവും മറ്റു വസ്തുക്കളും പിടിച്ചെടുത്തതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. മതിയായ രേഖകളില്ലാതെ കൊണ്ടുപോയ പണം, മദ്യം, മറ്റ് ലഹരി വസ്തുക്കൾ, സ്വർണ്ണമടക്കമുള്ള അമൂല്യ ലോഹങ്ങൾ, സൗജന്യ വിതരണത്തിനുള്ള വസ്തുക്കൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. പൊന്നാനി ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യനെ കുറ്റിപ്പുറം KMCT ലോ കോളേജിൽ SFI MSF പ്രവർത്തകർ തടഞ്ഞതായി ആരോപണം. കോളേജിൽ ഇന്ന് രാവിലെ പര്യടനത്തിനെത്തിയപ്പോഴാണ് സംഭവമുണ്ടായതെന്ന് ശ്രീമതി നിവേദിത സുബ്രഹ്മണ്യൻ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി, കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് തുടങ്ങി പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട 12 രാജ്യസഭാംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അന്തരീക്ഷ താപം ഒരു പരിധിക്കപ്പുറം ഉയർന്നാൽ മനുഷ്യ ശരീരത്തിലെ താപ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകാൻ സാധ്യതയുള്ളതിനാൽ ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം. പ്രായമുള്ളവർ, കുട്ടികൾ, ഗർഭിണികൾ എന്നിവരും പോഷകാഹാരക്കുറവുള്ളവർ, പ്രമേഹം, വൃക്കരോഗങ്ങൾ, ഹൃദ്രോഗം മുതലായവ ഉള്ളവരും ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ചു. അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സർവീസ് നടത്താൻ ആവശ്യമായ ഈ അനുമതി ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനാണ് നൽകുന്നത്. കടൽ ഗതാഗതം കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനും ഭീകരാക്രമണങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കും. തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നവീകരണ പ്രവർത്തനം നടക്കുന്ന ആൽത്തറ തൈക്കാട് റോഡിൽ മാനവീയം വീഥി മുതൽ ഫോറസ്റ്റ് ഓഫീസ് വരെ ഒരു ഭാഗം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ഇവിടെ റോഡിന്റെ വലതുഭാഗത്ത് 7 മീറ്റർ വീതിയിൽ ആദ്യഘട്ട ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിലൂടെയാണ് ഇരുഭാഗത്തേക്കും ഗതാഗതം സാധ്യമാക്കിയിരിക്കുന്നത്. ഒരു വിഭാഗം ഇതര സംസ്ഥാന തൊഴിലാളികൾ സംസ്ഥാനത്ത് നിയമം കയ്യിലെടുക്കുന്നത് തടയാൻ സമഗ്ര പ്രവർത്തന പദ്ധതി തയ്യാറാക്കി 1 മാസത്തിനകം സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാന പോലീസ് മേധാവിക്കും തൊഴിൽ വകുപ്പ് സെക്രട്ടറിക്കുമാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. ISL ഫുട്ബോളിൽ ചെന്നൈയിൻ FC ഇന്ന് ജംഷഡ്പൂരിനെ നേരിടും. രാത്രി 7:30 ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള 9 ജില്ലകളിൽ ഇന്ന് വേനൽ മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ വയനാട് പോലീസ് സംഘം പിടികൂടി. കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൃഷ്ണഗിരി സ്വദേശി MJ ലെനിനാണ് പിടിയിലായത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കോട്ടയം, കോഴിക്കോട് പോലീസിന്റെയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെയും സഹായത്തോടെയായിരുന്നു ദൗത്യം. കാസർഗോഡ് നീലേശ്വരം പാലായിയിൽ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് 30ഓളം പേർ ചികിത്സ തേടി. ഇവിടെ നടന്ന തറവാട് കളിയാട്ടത്തിന്റെ ഭാഗമായി അന്നദാനത്തിൽ പങ്കെടുത്തവർക്കാണ് വിഷബാധയുണ്ടായതെന്ന് കരുതുന്നു. ചികിത്സ തേടിയവരിൽ കൂടുതലും കുട്ടികളാണ്. ആധുനിക സൗകര്യങ്ങളുള്ള തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിലെത്തിയ രോഗിയെ മതിയായ സൗകര്യങ്ങളില്ലാത്ത മറ്റൊരാശുപത്രിയിലേക്ക് റഫർ ചെയ്തെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ പരാതിയെക്കുറിച്ച് അന്വേഷണം നടത്തി 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ K. ബൈജുനാഥ് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം സംസ്ഥാനത്ത് പൂർത്തിയായി. 290 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ. സംസ്ഥാനത്ത് പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിലുള്ള പ്രകടന പത്രിക CPIM പുറത്തിറക്കി. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെ തുടർന്ന് സംസ്ഥാനത്ത് നടത്തിവന്ന പരിശോധനകളിൽ 33.31 കോടി രൂപയുടെ പണവും മറ്റു വസ്തുക്കളും പിടിച്ചെടുത്തതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. കേരളത്തിൽ അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.